കാസർഗോഡ് ഭാഗത്ത് ഒരു ആജിയാരുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ സമീപത്തേക്ക് ഞങ്ങളൊരു പിരിവിന് വേണ്ടി പോയ സമയത്ത് അദ്ദേഹം നമുക്ക് നല്ലൊരു സംഗീതം, എന്നിട്ട് അദ്ദേഹത്തെ പറ്റി ഞങ്ങളെ കൂടെയുള്ള ആളുകൾ പരിചയപ്പെടുത്തി തന്നു. അയാൾ വലിയൊരു മുതലാളിയാണ്, വലിയൊരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. ആ 4 മക്കളോടും ഇദ്ദേഹം ഗൾഫിൽ 10-30 വർഷം അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്താണ്. എന്നിട്ട് അയാൾ എന്ത് 4 മക്കൾക്കും കുറച്ചും സ്ഥലം കൊടുത്തു, വീട് നിർമ്മിച്ചു കൊടുത്തു. 4 മക്കൾക്കും ഇയാൾ തന്നെ വീടുണ്ടാക്കി കൊടുത്തു. അവർക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗവും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ഇത് മാത്രമാണ് ഇനി എന്റെ കയ്യിലുള്ള. അയാളെ സ്വത്തിന്റെ 40%, 10% 4 മക്കൾക്കും വീതിച്ചു കൊടുത്ത് 60% സ്വത്ത് അയാളെ കയ്യിലുണ്ട്. അയാൾ എഴുതി വെച്ചു, മക്കളെ കൊണ്ട് ഒപ്പിടിച്ചു. ഈ 60% സ്വത്തിൽ ഞാൻ മരിച്ചാൽ ഈ സ്വത്തിൽ നിങ്ങൾ അവകാശം ചോദിച്ചു വരരുത്. ഈ 60% എന്റെ സ്വത്ത് മരിക്കുന്നത് വരെ എനിക്ക് ധർമ്മം ചെയ്യാനുള്ളതാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തിൽ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഇത് ഇന്ന സ്ഥാപനത്തിലേക്കാണ്, ഇന്ന സ്ഥാപനത്തിലേക്ക് ഇത്ര ശതമാനം, ഇന്ന സ്ഥാപനത്തിലേക്ക് ഇത്ര ശതമാനം, മർക്കസിന് ഇത്ര, സഅദിയക്ക് ഇത്ര, ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം എഴുതി വെച്ചു. എന്നിട്ട് അയാൾ പറയുകയാണ്, ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത്, ഞാൻ 10-30 കൊല്ലക്കാലം ഗൾഫിൽ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾ നിന്നിട്ട് എന്താ എനിക്ക് കാര്യം? അവർക്ക് ജീവിക്കാനുള്ളത് ഞാൻ കൊടുത്തു. ഇനി എന്റെ ആഖിറത്തിലേക്ക് വേണം. ഈ സ്വത്ത് എനിക്ക് നാളെ ആഖിറത്തിലേക്ക് കിട്ടണം. ഞാൻ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് എന്റെ ഭാര്യനെയും മക്കളൊക്കെ നാട്ടിൽ കൊല്ലങ്ങളോളം ബാക്കി വെച്ച് 10-30 കൊല്ലം ഗൾഫിൽ പോയി ആ അറേബ്യയിൽ സൂര്യന്റെ വെളിച്ചം, ആ ചൂടിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയത് എനിക്കെന്തെങ്കിലും ഗുണത്തിന് കിട്ടണ്ടേ, എനിക്ക് ഉപകാരം കിട്ടണ്ടേ? അതുകൊണ്ട് മക്കൾ, ഇത് എന്റെ ആഖിറത്തിലേക്കുള്ളതാണ്, ഇതിൽ നിങ്ങൾ അവകാശം ചോദിച്ചു വരരുത്. അയാളൊരു ബുദ്ധിയുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം,